ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം, ലവ് ബൈറ്റ്സിൻ്റെ നേരം. കൂടരേണു. എനിക്ക് ജീവിക്കണമെങ്കിൽ ഹൃദയമിടിപ്പ് വേണം, ഹൃദയമിടിപ്പ് വേണമെങ്കിൽ ഹൃദയം വേണം, ഹൃദയം വേണമെങ്കിൽ സന്തോഷം വേണം, സന്തോഷം വേണമെങ്കിൽ നിന്നെ എനിക്ക് സ്വന്തമാക്കണം. സത്യത്തിൽ നമുക്കൊക്കെ സന്തോഷം വരുന്നത് ഈ ഒരു അവസ്ഥയിൽ മാത്രമാണ്. ഇഷ്ടപ്പെടുന്ന ആ ആളെ നമുക്ക് എന്നേക്കുമായി കിട്ടിയാൽ, നമ്മുടെ സ്വന്തമായ അയാൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം വരത്തുള്ളൂ, അല്ലേ? പക്ഷെ ചില പ്രണയങ്ങൾ അങ്ങനെ ഒത്തിരി കാലം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. കുറേയൊക്കെ നമ്മൾ പ്രണയിക്കും, എന്നാലും നഷ്ടപ്പെടുമല്ലേ? ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ അത്തരം ഒരു പ്രണയ കഥ എന്നൊരാൾ എൻ്റെ അടുത്ത് പറയും. അതിനായിട്ട് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ്. നിങ്ങളുടെ കൂടെ ഞാൻ റീനു മാത്രമല്ല, എൻ്റെ കൂടെ ഞാനൊരു കൊച്ചു പയ്യനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ തലയൊക്കെ മുള്ളമന്നിയുടെ പോലെയൊക്കെയുള്ളൊരു പയ്യനാണ്. ആ പയ്യൻ്റെ പേര് ശിവ എന്നാണ്. എന്നെ ഭീകരമായിട്ട് നോക്കുന്നുണ്ട്. ശിവ, പറയൂ, എന്താ പഠിച്ച ശിവ? ഞാൻ മീഡിയ സ്റ്റഡീസിനാണ് പഠിച്ചത്. ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂർ 3 years അല്ലേ? ഡിഗ്രി കംപ്ലീറ്റ്. ആ സമയത്ത് അവിടുത്തെ പെൺകുട്ടികളൊക്കെ എങ്ങനെയായിരുന്നു? ഇഷ്ടം പോലെ ഉണ്ട്. സാധാ പെൺകുട്ടികളെ പോലെ തന്നെ ഇഷ്ടം കുറെ പേരുണ്ട്. പെൺകുട്ടികൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടോന്നല്ല, നമ്മളും പെൺകുട്ടികളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അടുപ്പമൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് കുറെ പെൺകുട്ടികളായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. കുറെ പേര്. അങ്ങനെ പറയരുത്, എല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നോ? എല്ലാവരും എന്ന് പറഞ്ഞാൽ മിക്ക പേരും എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ അല്ലറ ചില്ലറ റിലേഷൻഷിപ്സും ഉണ്ടായിട്ടുണ്ട്. അല്ലറ ചില്ലറ റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുള്ള കക്ഷിയാണ് ഞാൻ ഇന്ന് ചോദ്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നേ ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് കമൻറ്റ് പറയണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ശിവ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ ശിവ. ശിവ ഇങ്ങനെ ആകാംക്ഷാഭരിതനായി എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഖത്ത് കൈയൊക്കെ കുത്തിയിട്ട് ഞാൻ എന്തോ പേടിപ്പിക്കാൻ പോകുന്ന പോലെ. ശിവ, എവിടെയാ പഠിച്ചത് ആദ്യം തൊട്ട്? ഞാൻ കൊച്ചിലെ ഒരു 7 വർഷം ബഹറിനിലായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലോട്ട് വന്നു. ഇവിടെ തന്നെ എറണാകുളത്താണ് പഠിച്ചത്. NRIസിനൊരു കൊമ്പുണ്ട് എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഞാൻ എന്നെ തന്നെ കണ്ടിട്ടില്ല. എനിക്ക് നാടാ എല്ലാത്തിനെക്കാട്ടും ഇഷ്ടം. ചുറ്റുമുള്ളവർ പറയുന്നത് ഞാൻ ചോദിച്ചത്. കൊമ്പുണ്ടെന്ന് പറഞ്ഞ ചെറുതോർണ്ണുണ്ട്. ശരിയാണ്, അതൊന്ന് അടിച്ച് താഴ്ത്തി കൊടുത്താൽ മതി, ശരിയായിക്കോളും. ഈ NRIs ആൺകുട്ടികൾക്ക് ദേ സ്പീക്ക് നല്ല ഇംഗ്ലീഷ് ഉണ്ട് എല്ലാം. ഒരു പെൺകുട്ടികൾക്ക് ഒരു ആരാധന ഉണ്ട് അവരുടെ അടുത്ത്. അപ്പം അങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ വരുമ്പോൾ നമുക്കൊരു റിലേഷൻഷിപ്പിൽ പ്രിഫറൻസ് കിട്ടാറില്ലേ? സത്യം പറഞ്ഞാൽ അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഞാൻ ഡിനൈ ചെയ്യൂല. എന്നാലും യെസ്, ഇറ്റ് ഡസ്. It was really good because I never expected that girl to get so close to me. But then since I used to speak a lot in the class and I used to speak to my teacher, ചുമ്മാ വെറുതെ ഡൗട്ടൊക്കെ ചോദിക്കും, എന്നിട്ട് വെറുതെ ഞാൻ തന്നെ ഉത്തരം പറയും. അങ്ങനത്തെ ഗെയിം ആയിരുന്നു. ഞാൻ മിടുക്കനാണ്. അത് കാരണം. ഏതായിരുന്നു ഈ പെൺകുട്ടി? പേര് പറയണ്ട, ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി. പെൺകുട്ടി എവിടെയൊക്കെ തന്നെ ഉള്ളത്. ഇപ്പോഴും എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ആദ്യം നമ്മള് ലവ് ആയിരുന്നു, പിന്നെ നമ്മള് ഫ്രണ്ട്സ് ആയി. എന്താ ലവ് ആയി കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആവാൻ പറ്റില്ല ആര് പറഞ്ഞു? അപ്പൊ ഞാൻ അതിനെക്കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത്. ഇനി ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാനുണ്ട്. കൊമ്പുള്ള കുട്ടിയിലേക്ക് ഇവിടെ ഇരിക്കുന്നത് ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ. ബട്ട് ഇഫ് യു വോണ്ട് ടു സെൻഡ് എ മെസ്സേജ്, ദി നമ്പർ ഇസ് 567678. ഫോമാറ്റ് ക്ലബ് C സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ശിവ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ ശിവ. ശിവ, ഇപ്പൊ കുറേ കൊമ്പുണ്ട് തലയിൽ. ഈ മുടി എന്ത് കഷ്ടപ്പെട്ട് എങ്ങനെയാ കേൾക്കുന്നത്? പറയൂ. കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. രാവിലെ ഉറങ്ങിയിട്ടിട്ട് ഒരു കുളിച്ചില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. കുളിച്ചിട്ടില്ല പറയണ്ട, വേണ്ട, ആരും അറിയണ്ടല്ലേ. വേറെ പെൺകുട്ടികൾ ഇനി എന്ത് വെച്ചായിരിക്കും. ശിവയുടെ അടുത്ത് ഞാൻ കാര്യം ചോദിക്കട്ടെ. ഏറ്റവും ആദ്യം ഒരു പെൺകുട്ടിയോട് പ്രപ്പോസ് ചെയ്തത് when was it? ഏറ്റവും ആദ്യം ഫസ്റ്റ് ടൈം അത് ഒരുപാട് ആലോചിക്കണേ. 2ാം ക്ലാസ്സില് എന്താ ചെയ്ത? എന്നോട് ഞാനും കൃഷ്ണ എന്ന് പറഞ്ഞൊരു പെൺകൊച്ചുണ്ടായിരുന്നു. അപ്പൊ അവളെന്റെ ഏറ്റവും അടുത്തൊക്കെ ഇരിക്കുന്ന ക്ലാസ്. ആ സമയത്ത് ടീച്ചർമാർക്ക് അറിയില്ലല്ലോ നമ്മൾ ഇത്രയും ഇങ്ങനെ ചിന്തിക്കാറില്ല. ഇല്ല, ഞങ്ങൾക്കും അത്രയും ബുദ്ധി വിവരമൊന്നുമില്ലല്ലോ. എന്നാലും ചെറിയൊരു ഇഷ്ടമായിരുന്നു. അത് നല്ല രസമായിരുന്നു. അവളായിരുന്നു ഫസ്റ്റ്. അതായത് എനിക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ പിന്നീട് അറിഞ്ഞു. അവളൊരു ദിവസം എന്നോട് പറഞ്ഞു ശിവേനെ എനിക്ക് ക്ലാസ്സിൽ ഏറ്റവും ഇഷ്ടമെന്ന്. അതെന്നാ പറഞ്ഞേ? അത് അതൊക്കെ പറഞ്ഞ് പറയത്തില്ല ഡീറ്റെയിൽസ് ഒന്നും. അത് 2ാം ക്ലാസ്സിലല്ലേ? നമ്മളൊരു UP ഹൈസ്കൂളിലൊക്കെ വരുമ്പോ തീർച്ചയായും ഡീസെന്റ് ആവൂലോ. പിന്നെ സീരിയസ് ആവൂലേ? സീരിയസ് പ്രണയം ഏതായിരുന്നു? സീരിയസ് പ്രണയം ഒരെണ്ണമുണ്ടായി. അതെന്നായിരുന്നു? അത് ഒരു 9th തൊട്ടൊരു
ഡിഗ്രി തുടങ്ങുന്നവരെയൊക്കെ പോയി. അത്രേ ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ശിവയുടെ ആ സീരിയസ് പ്രണയം ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഡിഗ്രി വരെ നീണ്ടു നിന്നിട്ട് പൊട്ടുപോയെങ്കിൽ എന്താണെന്ന് അറിയണ്ടേ? കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.